Recording in progress. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. സോ ഇന്നത്തെ നമ്മുടെ സെഷന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 10 ഇന്ത്യൻ എക്കണോമിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യൻ എക്കണോമിയിൽ റീസെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമിയിലെ ഒരു പാറ്റേൺ അവർ മാറ്റിയിട്ടുണ്ട്, നെറ്റിന്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. സോ അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ പ്രോസസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റിസൾട്ട് എന്നുള്ളതാണ് നമ്മുടെ ധോണിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ധോണി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ബോൾ എങ്ങനെ 6 അടിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മുന്നിൽ അതൊരു ലാസ്റ്റ് ബോൾ, ജസ്റ്റ് എ ബോൾ, ഒരു ബോള് ഞാനത് ടച്ച് ചെയ്യുന്നു, അത് 6 ആവുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഒബ്വിയസ്ലി നിങ്ങൾക്കത് റിസൾട്ടിൽ വ്യക്തം. അപ്പൊ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒബ്സസീവ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രോസസ്സിൽ ഡെയിലി ഷോ അപ്പ് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സ്ട്രാറ്റജി വേണം. അതായത് സ്ട്രാറ്റജി ഏതൊരു എക്സാമിന്, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റ് നടത്തുന്ന അല്ലെങ്കിൽ NTA നടത്തുന്ന ഒരു എക്സാമിന് നമ്മൾ നോക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് 2 കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് സിലബസ് ആണ്, സോ കോൾഡ് സിലബസ്. രണ്ടാമത്തെ കാര്യം, സിലബസ് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അവർ പറയുള്ളൂ. അവിടുന്ന് അവരുടെ ഇഷ്ടപ്പെട്ട ഏരിയ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, എത്രത്തോളം നമ്മൾ ഡെപ്തിൽ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കുക നമ്മൾ PYQs നോക്കുന്ന സമയത്താണ്. ഓക്കെ, സോ ഇന്ത്യൻ എക്കണോമിയുടെ PYQs നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇപ്പം ഒരു 21-22 ശേഷം മെയിൻ ആയിട്ട് NTA ചോദിക്കുന്നത് 3 ഏരിയയിൽ നിന്നാണ്. നമ്മളെ ഹൈ പ്രയോറിറ്റി ഏരിയ ആയിട്ട് ആ 3 ഏരിയ ആണ് പഠിക്കേണ്ടത്. എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഈ 3 ഏരിയ നമുക്കറിയണം. അതായത് നമ്മൾ കോമ്പറ്റീഷൻ ഔട്ടായ എപ്പോഴാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ്. സോ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഒന്നാമതാണ് ബജറ്റ്. 2026-27, അതായത് ഫെബ്രുവരി 1-ന് ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബജറ്റാണ് നമ്മുടെ മുന്നിലുള്ള ഗവൺമെന്റ് ഡോക്യുമെന്റ്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ബജറ്റ് എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എക്കണോമിക് സർവേ. എക്കണോമിക് സർവേ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ എക്കണോമിയുടെ ഒരു അവസ്ഥ മൊത്തം അനലൈസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എക്കണോമിക് സർവേ എന്നുള്ളത്. മൂന്നാമതാണ് 2011 സെൻസസ് ഡാറ്റ. ഇത് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ഏരിയ ആണ്, മെയിൻ ഏരിയ. ഇന്ത്യൻ എക്കണോമിയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. അതിൽ ബാക്കിയുള്ള മേഖല പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് PYQ നോക്കുക, അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. LPG റിഫോംസ് ആയിക്കോട്ടെ, നമ്മുടെ അഗ്രികൾച്ചറിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് ഈ ഒരു ഇന്ത്യൻ എക്കണോമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹെവിലി ഓവർലാപ്സ് വിത്ത് മാക്രോ എക്കണോമിക്സും ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക്സും. അതായത് നമ്മൾ ഓൾറെഡി മാക്രോ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ലേറ്റസ്റ്റ് ഡാറ്റ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഓൾറെഡി മാക്രോ അറിയാന്നുണ്ടെങ്കിൽ GDP എത്ര ഗ്രോത്ത് വന്നു, അഗ്രികൾച്ചറിൽ എത്ര ഗ്രോത്ത് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ആൻഡ് അഗെയിൻ നമ്മൾ പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി ആ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്, ഡെവലപ്മെന്റ് എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ലേറ്റസ്റ്റ് ഡാറ്റ, ഗവൺമെന്റ് ഡാറ്റകൾ നമ്മൾ പുതുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഒരു പഴയ കണക്ക് വെച്ചിട്ട് ഒരു 25 എന്നുള്ള ഒരു നിരക്കിലായിരുന്നു ക്വസ്റ്റ്യൻസ് വരുന്നത്. ബട്ട് ലേറ്റസ്റ്റ് ട്രെൻഡ് നോക്കുന്ന സമയത്ത് ഒരു 20ന്റെ ഉള്ളിലാണ് ക്വസ്റ്റ്യൻസ് കാണുന്നത്. 20-30 മാർക്സ് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പൊ നിലവിൽ വരുന്നത്. അതിൽ തന്നെ മെയിൻ ആയിട്ട് ആ വർഷത്തെ ബജറ്റ് എന്നും എക്കണോമിക് സർവേ എന്നും പിന്നെ സെൻസസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട ഈ 3 ഡോക്യുമെന്റ് ആണ്. ഇന്ത്യൻ എക്കണോമി പഠിച്ചെന്ന് ഉറപ്പുവരുത്താൻ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 3
കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് 16th ഫൈനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട്. കാരണം ഫൈനാൻസ് കമ്മീഷൻ റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എങ്ങനെയാണ് ടാക്സ് അവര് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റിന് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഭവം നമ്മൾ നോക്കേണ്ടതുണ്ട്. സോ അതിന്റെ മെറ്റീരിയൽസ് എന്ത് ചെയ്യാം, ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 360 സംതിങ് പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ 16th ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് എന്നുള്ളത്. നമ്മൾ അതിന്ന് വേണ്ട കാര്യം, അതായത് PYQ അനലൈസ് ചെയ്തിട്ട് വേണ്ടുന്ന കാര്യം മാത്രം എടുത്ത് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, സോ ബജറ്റും എക്കണോമിക് സർവേ ഒക്കെ നോക്കിക്കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ബജറ്റിന്റെ എക്കണോമിക് സർവേ? പഠിച്ചിട്ടുണ്ടോ? അല്ലേ ഇന്ത്യൻ എക്കണോമിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. ഇവിടെ ഇല്ല എല്ലാവരും ക്ലാസ്സിൽ? യെസ്, ആജ്ഞ നോക്കിയിട്ടുണ്ട്. റിൻഷ, ശോഭിക, മെഹബൂബ, തസ്നി, അലീന, അനിതെന്താ, ഹെല്ല എവിടെ പോയി? സർവേ നോക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണമെന്നവർക്ക് സംസാരിക്കാട്ടോ. സോ ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പാരഡിജിം ഷിഫ്റ്റ് തന്നെ ഇവിടെ NTA പാറ്റേണിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ടത്, മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് ആയിട്ടും ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ്മെന്റും അനലിറ്റിക്കലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് അനലിറ്റിക്കൽ ഈ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസേഷൻ റീസണിങ്ങിൽ വരുന്ന സമയത്ത് അതൊരു അനലിറ്റിക്കൽ ടൈപ്പ് വരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇതിന്റെ ഒരു ക്രോണോളജി മെയിൻ ആയിട്ട് ഇപ്പം ഇന്ത്യൻ എക്കണോമിയിൽ കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ CUT PGയിലാണെങ്കിലും ഈ നെറ്റിന്റെ എക്സാമിനും കാണുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡർ റെഡിയാക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് പ്രൈമറി സ്കില്ലായിട്ട് വേണ്ടത് ഒരു ക്രോണോളജിക്കൽ സീക്വൻസിങ് ആൻഡ് പോളിസി അപ്ലിക്കേഷൻ ആണ്. അതായത് ഈ ഒരു കമ്മിറ്റി ഈ ഒരു കാലഘട്ടത്തിലാന്നുള്ള ഒരു ഐഡിയ എങ്കിലും പോകണം. ജസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഏതാണ്, ഫസ്റ്റ് ഉള്ള കമ്മിറ്റി ഏതാണെന്നുള്ളത്. അതായത് നമുക്കുള്ള കുറെ കമ്മിറ്റികൾ ഉണ്ടല്ലോ. ഇപ്പോൾ ടാക്സ് റിഫോമിന്റെ ആയിക്കോട്ടെ, പോവേർട്ടി കാൽക്കുലേഷന്റെ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ മെയിൻ കമ്മിറ്റികളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും പിന്നെ ഫസ്റ്റത്തെ കമ്മിറ്റി നോക്കിയിട്ട് ആ ഒരു ബെയർ മിനിമം ഐഡിയ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ തന്നെ ഒരു 50-50 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേഷനിലൂടെ എത്താൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു വേറെ ഒരു ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കേണ്ടതില്ല. മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഗവൺമെന്റ് എക്കണോമിക് സർവേയും ബജറ്റും പിന്നെ നീതി ആയോഗിന്റെ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഈ ബജറ്റിന്റെ കൺസൈസ് ആയിട്ടുള്ള ഗവൺമെന്റ് തന്നെ ഇറക്കിയ ഒരു PDF ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് തന്നെ ഇറക്കുന്നൊരു ഇതുണ്ട്. സോ ജസ്റ്റ് അത് മാത്രം പഠിച്ചാൽ മതി. ആ ഒരു ബജറ്റിന്റെ സാധനം പഠിക്കാം. ഞാൻ ഇതൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക്. ഏതൊക്കെ പഠിക്കേണ്ട ഭാഗം ഈ പറഞ്ഞ മെറ്റീരിയൽസ് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. കുറെ ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന മാത്രമേ കാര്യങ്ങളെ അതിലുള്ളൂ. സോ നമ്മൾ ഇവിടെ നോക്കേണ്ടത് PYQ എങ്ങനെ വന്നു, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇതിനെ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ പഠിക്കണം, ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഒരു ആകത്തുക. സോ നമുക്ക് ലേറ്റസ്റ്റ് ഈ 2025 കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിൽ കണ്ടുവന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് സാധാരണ ജസ്റ്റ് ഒന്ന് എന്താണ്, എത്ര ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായി എന്ന് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഗവൺമെന്റ് വിചാരിക്കുന്ന ബജറ്റ് എസ്റ്റിമേഷൻ എത്രയാണെന്ന് ചോദിക്കുന്നതിന് പകരം അതിലൊരു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലൂടെ നിങ്ങൾ എത്രത്തോളം ബജറ്റ് അനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ആസ് എൻ എക്കണോമിക് സ്റ്റുഡൻസ്, നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണ് എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു PhD ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആണ് എഴുതുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള
ഒരു എക്സാമിനാകുമ്പോൾ ബെയർ മിനിമം ആയിട്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു എക്കണോമിക് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട ഒരു ബേസിക് ക്വാളിറ്റിയാണ്, ബേസിക് സ്കില്ലാണ്. നമുക്ക് ഈ ബജറ്റ് വായിക്കാൻ അറിയണം, അല്ലെങ്കിൽ എക്കണോമിക് സർവേ മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളത് ബേസിക് സ്കില്ലാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകൾ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ ഗവൺമെന്റിന്റെ തന്നെ മെറ്റീരിയൽ, അതായത് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അവരുടെ റിപ്പോർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് അല്ല, ബുക്കല്ല ചോദിക്കാറുള്ളത്. ഇന്ത്യയിൽ ഏത് എക്സാം എടുത്തു നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്താണോ ഇറക്കുന്നത് ആ ഒരു സംഭവത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അതെന്താ വെച്ചാൽ ആസ് എൻ ആസ്പിരന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അതായത് പോവർട്ടി എസ്റ്റിമേഷൻ കമ്മിറ്റീനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ. ഒന്നാമത്തെ ടെണ്ടുൽക്കർ കമ്മിറ്റി, 2 ലക്ഡാവാല, രംഗരാജൻ, അലഗ് കമ്മിറ്റി. ഇവിടെ നമുക്ക് അലഗാണ് ഏർലിയസ്റ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഏർലിയസ്റ്റ് അലഗാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡി ഫസ്റ്റ് വരാത്ത ഓപ്ഷൻ എന്ത് ചെയ്യാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തിലെത്തി, 50-50-ലെത്തി. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാ നമ്മൾ 50-50 എത്താൻ? ആ ഒറ്റൊരു നോളജ് നിന്ന് ജസ്റ്റ് അലഗാണ് ഏറ്റവും പഴയതെന്ന് ഈ ഒരു തന്നിരിക്കുന്നതിൽ നിന്ന് ഏർലിയസ്റ്റ് ആയിട്ടുള്ള അലഗ് കമ്മിറ്റിയാണെന്ന് അറിയുന്ന സമയത്ത്, ഹലോ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോ ഫാത്തിമക്ക് മാത്രമുള്ള ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഫാത്തിമ അവിടുത്തെ നെറ്റ് ഒന്ന് നോക്കൂ. ഓക്കെ, സോ ഇവിടെ മനസ്സിലായോ? ഒരൊറ്റ ഒരു ഫാക്ട് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 50-50-ലെത്തി. നമ്മൾ എക്സാം ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ 50-50-ൽ എത്തി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. കാരണം അതിന്റെ ഒരു ആൽഗരിതം അല്ലെ പ്രോബബിലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു 10 50-50 ക്വസ്റ്റ്യൻസ് റാൻഡ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമുക്ക് 6 മാർക്ക് ഓർ 7 മാർക്ക് കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു എക്സാമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ 50-50 എത്തി കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് അവിടെ ആൻസർ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് പിന്നെ വരുന്നതാണ് ബി ആണോ എ ആണോ? ബി എന്ന് പറയുന്നത് ഏതാ? ബി ലക്ഡാവാലയാണ്. ആൻഡ് എ എന്ന് പറയുന്നത് ടെണ്ടുൽക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് 2000-ലാണെന്നുള്ള ഒരു അറിവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതിലേക്ക് പോകാൻ പറ്റും? ആൻസർ 1-ലേക്ക് പോകാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് 90s-ലുള്ള കമ്മിറ്റീസ് ഇതാണ്, 20s-ലുള്ള കമ്മിറ്റീസ് ഇതാണെന്നുള്ളൊരു ഊഹാപോഹം ഉണ്ടെങ്കിൽ, ഒരു ബെയർ ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, സോ 5-ഇയർ PYQ ടോപ്പിക് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ആൻഡ് മസ്റ്റ് ഡു ആയിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, 16th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ എന്ത് ചെയ്തിട്ട് സമർപ്പിച്ചിട്ടുണ്ട് 25-ല്. ആൻഡ് നമ്മുടെ FRBM ആക്ട് പ്രകാരം ഉള്ള ഡെഫിസിറ്റ് ട്രെൻഡ്സ് എന്താണ്, നമ്മുടെ ബജറ്റിൽ അത് പറയും. ബജറ്റ് 26-27 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നെ വന്നിട്ടുള്ളത് പോവർട്ടി എസ്റ്റിമേഷൻ. കണ്ടില്ലേ, ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ ഇപ്പം തന്നെ, പോവർട്ടി എസ്റ്റിമേഷൻ കമ്മിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ. ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, നിർബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാതെ എന്ത് ചെയ്യരുത്, ഈ പ്രാവശ്യം നെറ്റ് എക്സാം എഴുതരുത്. കാരണം നമുക്ക് എന്തായാലും പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എന്തായാലും കിട്ടും ആൻസർ. സോ പിന്നെ ചോദിക്കേണ്ട ഒരു ഏരിയ ആണ് പ്രീ ആൻഡ് പോസ്റ്റ് 1991 എക്കണോമിക് റിഫോംസ്. ആ റിഫോംസ് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം 1991 മുമ്പ് LPG റിഫോംസ് ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് എക്കണോമി ആയിരുന്നു. ഇവിടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു പോളിസികളൊക്കെ ഇങ്ങനെ ഒരു ഇന്ത്യയുടെ ചുറ്റുവട്ടത്തുള്ള ഒരു എന്താ പറയാ, ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടും കൂടുതലും ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, അത് അധികം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, കാരണം നിങ്ങൾക്ക് ലോജിക്കലി ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ മസ്റ്റ് ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രാഫിക് കൊടുത്തിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറയുന്ന സമയത്ത് 15th ആൻഡ് 16th ഫിനാൻസ് കമ്മീഷൻ. കാരണം അവരുടെ ഹൊറിസോണ്ടൽ വേഴ്സസ് വെർട്ടിക്കൽ റെവല്യൂഷൻ ഫോർമുല, വെയിറ്റേജ് കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മിനിമം ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടാവാറുണ്ട്. ആൻഡ് ഈ ഒരു ഫിസിക്കൽ ആർക്കിടെക്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ ബജറ്റിലെ എത്രത്തോളം ഡെഫിസിറ്റ്, എസ്റ്റിമേഷൻ എത്രയാണ്, റിവൈസ്ഡ് എത്രയാണ്, അല്ലെങ്കിൽ ആക്ച്വൽ ഡാറ്റ എത്രയാണെന്നുള്ളത്, കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് നടന്നതെന്നുള്ള ഒരു സംഭവം അനലിറ്റിക്കലായിട്ട് ചോദിക്കും. ആൻഡ് ഇവിടെ നീതി ആയോഗിന്റെ ഒരു MPI, മൾട്ടി പോവർട്ടി ഇൻഡെക്സ്, അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ചോദിക്കാറുണ്ട്. അതും പിന്നെ നമ്മൾ UNDPയുടെ MPIയും കമ്പാരിസണും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നോക്കുന്ന സമയത്ത് പറഞ്ഞു അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്, ട്രേഡ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് തന്നെയാണ്, ബട്ട് നമ്മുടെ പ്രയോറിറ്റി എവിടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ച ഒരാളാണെങ്കിൽ ജസ്റ്റ് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി, ഇതായിരിക്കണം ഫസ്റ്റ്, സെക്കൻഡ് ഇതായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സെക്കൻഡിലേക്ക് പോകാൻ പാടുള്ളൂ. ഫസ്റ്റ് നിർബന്ധമാണ്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന കാര്യമാണ് നമ്മളെ പോവേർട്ടി ഇനീക്വാലിറ്റി. ആൻഡ് അതിൽ വന്നിട്ടുള്ള ഈ കമ്മിറ്റി, അത് അവരെ മെത്തഡോളജി ഏത് കമ്മിറ്റിയാന്നുള്ള മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. അതായത് ടെൻഡുൽക്കർ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി, അവരെ ഫോർമുല എന്ത് ചെയ്യും, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് തരും. എന്നിട്ട് മാച്ച് ദ ഫോളോയിങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റിൽ മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മളെ പീരിയോഡിക് ലേബർ സർവേ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു നട്ട്ഷെൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് ഈ വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ 3-year NTA ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് മെയിൻ ഫോക്കസ് ഏരിയ എന്നുള്ളത് ഒന്ന് നമ്മളെ 2026-27 ബജറ്റാണ്. രണ്ടാമത്തെ നമ്മളെ 16th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട്. ഓക്കെ, അത് മസ്റ്റ് ആണ്, എന്തായാലും ക്വസ്റ്റ്യൻ വരും. പിന്നെ MPI, പിന്നെ നമ്മുടെ ബാങ്കിങ് സെക്ടർ റിഫോംസിലുള്ള ആ ഒരു കമ്മിറ്റികളും, നരസിംഹം കമ്മിറ്റി മുതൽ ഇൻസോൾവൻസി ബാങ്ക് കറൻസി കോഡ് വരെയുള്ള ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആ ഒരു കമ്മിറ്റി ഒന്ന് നോക്കി വെക്കുക. കാരണം റീസെന്റ് ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് പോവർട്ടിന്റെ ചോദിച്ചിട്ടുണ്ട്, ബാങ്കിങ്ങിന് ചോദിച്ചിട്ടുണ്ട്, ബട്ട് വരാൻ സാധ്യതയുള്ള ഇപ്രാവശ്യം ഈ ഒരു ബാങ്കിങ്ങിന്റെ റിഫോംസ് ആയിട്ടുള്ള കമ്മിറ്റീസിന്റെ ക്രോണോളജി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ പോസ്റ്റ് പാൻഡമിക് ഡാറ്റ എങ്ങനെയാണ് റിക്കവർ ചെയ്തത്, അത് നമ്മുടെ എക്കണോമിക് സർവേയിലുണ്ട്. ഓക്കെ ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോർ ക്രോണോളജിയും കമ്മിറ്റിയും ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി വെക്കുക. നമ്മുടെ മൈൻഡിൽ തന്നെ 90s-ലുള്ളത്, 20s-ലുള്ളത്, ഏർലിയസ്റ്റ് ഇത്, ലേറ്റസ്റ്റ് ഇത്, മിനിമം അത് അറിഞ്ഞു വെക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള ഈ ബജറ്റും എക്കണോമിക് സർവേയും അറിഞ്ഞിരിക്കാം. ഫേസ് 3-ൽ നമ്മൾ PYQന്റെ പാറ്റേൺ നോക്കുക. PYQ നന്നായിട്ട് ചെയ്ത് പരിശീലിക്കുക എന്നുള്ളത്. PYQ ചെയ്യാറുണ്ടോ എല്ലാവരും? ഡെയിലി അറ്റ്ലീസ്റ്റ് 10 ക്വസ്റ്റ്യൻ നിങ്ങൾ PYQ ചെയ്യണം. നിങ്ങൾ ഗ്രൂപ്പിൽ അന്ന് ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ബജറ്റിന്റെ ഇതെന്താണ്, തീം എന്താണ്? എല്ലാവരും വികസിത ഭാരത് എഴുതിയിട്ടുള്ളത്. ഒന്ന് അറ്റൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ വർഷത്തെ ബജറ്റിന്റെ നമ്മുടെ തീം എന്താണ്? നാരീശക്തിയാണോ?
നാരീശക്തിയാണോ? ഗൈസ്, നിങ്ങൾക്ക് അറിയുന്നിട്ടോ. നമ്മൾ അറിയുന്നിട്ടിട്ട് തെറ്റിച്ചാലൊന്നും ഓർമ്മ ഉണ്ടാവേ. നമ്മുടെ മൈൻഡിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് അത് തെറ്റാണെങ്കിൽ തിരുത്തി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് അത് ഓർമ്മ വരും. ആർക്കും ഒന്നും പറയാനില്ലേ? എന്താണ്? യുവശക്തി ഡ്രിവൺ ബജറ്റ് ഫോർ വികസിത് ഭാരത് ആട്ടോ. നാരീശക്തി അല്ലേ? യുവശക്തി. ഓർമ്മിച്ചു വെക്കണേ. ഓക്കെ. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ എക്കണോമി പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ പഠിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ. സോ നമ്മുടെ ഒരു കോർ ക്രൊണോളജിയിൽ വരുന്നൊരു ജസ്റ്റ് ഒരു മാപ്പിംഗ് ഇവിടെ കൊടുത്തുന്നുള്ളൂ. ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നോട്ട് ഉണ്ടാക്കി വെക്കാൻ. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് കൊണ്ടുവന്നതാണ്. അതായത് കണക്ട് ചെയ്ത് വെക്കാം. ഈ ഒരു കാലഘട്ടം ഒരു 5 വർഷത്തിനുള്ള ഗ്യാപ്പോ അല്ലെ 10 വർഷത്തിനുള്ള ഗ്യാപ്പോ അല്ലെങ്കിൽ LPG റിഫോംസിന് മുമ്പ്, LPGക്ക് ശേഷം, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ LPGക്ക് ശേഷം വന്ന കമ്മിറ്റി ആണെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും പോളിസി ചേഞ്ച് ഉണ്ടാവുക നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു എക്കണോമിക് റിഫോം ആണ് ഈ LPG റിഫോം. അപ്പൊ അതിനുശേഷം ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നയങ്ങൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും പല പോളിസികളും പല കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ഫിലോസഫി ഉണ്ടാവും, ഒരു ഐഡിയോളജി എപ്പോഴും അതിനുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു ഒരു ആ സമയത്തുള്ള ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക ഇൻഫ്ലുവൻസ് ഇതിനൊക്കെ ബാധിക്കും. ഓക്കെ. സോ ഇവിടെ നോക്കേണ്ടത് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി എന്നുള്ളത് അലഗ് കമ്മിറ്റി ആയിരുന്നു. ഒന്നാമത്തെ കമ്മിറ്റി പോവർട്ടി നോക്കുന്ന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കമ്മിറ്റി അലഗായിരുന്നു. രണ്ടാമത് വരുന്നത് 993 ലക്ഡാവാലയാണ്. ലക്ഡാവാല. മൂന്നാമത് ടെണ്ടുൽക്കർ വരുന്നു. 2005 രൂപീകരിച്ച് 2009 അവരെന്ത് ചെയ്യുന്നു? അവരെ ഇത് സബ്മിറ്റ് ചെയ്യുന്നു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 2009. ഓക്കെ. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആളാരാണ്? രംഗരാജൻ കമ്മിറ്റി. അപ്പോ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, നിങ്ങൾ ഒരു അസൈൻമെന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇവർ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ഇവരുടെ ഫോർമുലാസ് ആൻഡ് വെയിറ്റേജസ് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ഓരോന്നിലും വരുന്ന സമയത്ത് ഇത് ലേറ്റസ്റ്റ് ഏതാന്ന് അറിയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതിൽ കുറെ നല്ല വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തും. ഫസ്റ്റ് ഉള്ളത് കുറച്ചുകൂടെ നാരോഡ് ആയിരിക്കും. ഈ അലഗ് കമ്മിറ്റിയിൽ അതിന്റെ പോരായ്മ പരിഹരിച്ചിട്ടായിരിക്കും ലക്കടാവല വരിക. അതിന്റെ പോരായ്മ മനസ്സിലാക്കിയിട്ട് ടെണ്ടുൽക്കർ, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രംഗരാജന്. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്രൊണോളജി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലുള്ള എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ള ലോജിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ പോളിസി പഠിക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ പോളിസി 1948 ഫസ്റ്റ് പോളിസി വന്നു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഇതാണ് എന്ത് 5 ഇയർ പ്ലാനിനെ നമ്മൾ എന്ത് പറയാ, മഹലനോബിസ് പ്ലാൻ എന്ന് പറഞ്ഞു. ദെൻ വരുന്ന വലിയൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് LPG ആണ് 1991. പിന്നെ കോവിഡ് 2008 സപ്രൈം ക്രൈസിസ് വരുന്നു. അതിനുശേഷം 2020 നമ്മുടെ കൊറോണ വരുന്നു. 2019-20 ആ ഒരു കാലഘട്ടത്തിൽ നടന്നുള്ള ഒരു വലിയ മാറ്റം നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് എക്കണോമിക് സർവേയിൽ ഒരു 10 മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ടോപ്പായിട്ട് GDP ഗ്രോത്ത്, സെക്ടറൽ കോൺട്രിബ്യൂഷൻ, പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നോക്കേണ്ടത് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ, സർവീസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്. ബട്ട് സ്റ്റിൽ അഗ്രേറിയൻ എക്കണോമിയാണ്. സർവീസ് സെക്ടർ എന്നാണ് കൂടുതൽ
നമുക്ക് GDP-യിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ലേബർ ഫോഴ്സ് ഉള്ളത് എവിടെയാ? അഗ്രികൾച്ചറിലാണ്. അപ്പൊ ആ ഒരു സംഗതി മനസ്സിലാക്കാം. ആൻഡ് അഗെയിൻ ഇതിലൊക്കെ ഉള്ള ഒരു ഡാറ്റാസ് മിനിമൽ ഐഡിയ ഉണ്ടാവണം. മിനിമൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐഡിയ. യൂണിയൻ ബജറ്റിൽ നിന്ന് ആയിക്കോട്ടെ, യൂണിയൻ ബജറ്റിൽ നിന്ന് മെയിൻ ആയിട്ട് എടുക്കേണ്ട കാര്യം ഫിസിക്കൽ ഡെഫിസിറ്റും ടാർഗറ്റും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് മോണിറ്ററി പോളിസി സ്റ്റാൻഡ്സ് എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ ലേറ്റസ്റ്റ് മോണിറ്ററി പോളിസി എത്രത്തോളം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, മോണിറ്ററി പോളിസിയുടെ സ്റ്റാൻഡ്സ് ഏതാണ് ഇപ്പോൾ, പിന്നെ അവർ ഫോളോ ചെയ്യുന്ന റെപ്പോ റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. റെപ്പോ റേറ്റിൽ ചില സമയത്ത് ചോദിക്കാറുണ്ട് എത്ര പോയിന്റ് ബേസിസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതെന്ത് ചെയ്യണം? വേറെ തന്നെ നോട്ട് ചെയ്യണേ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു 3 ഇയർ PYQ നോക്കിയിട്ട് എങ്ങനെ അവർ ചോദിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. ജസ്റ്റ് ഓരോ PYQ എടുത്തു നോക്കാം. ഒന്നാമത്താണ് ഐഡന്റിഫൈ ഫിനാൻസ് കമ്മീഷൻ വിത്ത് ഇറ്റ്സ് ചെയർമാൻ. ഒന്ന് ആൻസർ ചെയ്യോ? ആരുമില്ലേ ആൻസർ? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? 4. ഓക്കെ, ഹെൽന. ഓക്കെ, ഇവിടെ നോക്കേണ്ടത് രണ്ടെണ്ണം തെറ്റാന്ന് അറിയാലോ. നമ്മൾ ജസ്റ്റ് ആരാ തെറ്റെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലെത്താം. 12th ഫിനാൻസ് കമ്മീഷൻ ആരാണ്? 12th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, ANB ഫാത്തിമ. ഓക്കെ, റിൻഷ. ഓക്കെ, ഗ്രേറ്റ്. സോ 12th ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാ? രംഗരാജൻ തന്നെയാണ്. ഓക്കെ, ബേസിക് ആണ്. 12th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എന്നുള്ളത് C രംഗരാജനാണ്. അവിടെ വെക്കാം. ശരിയാന്നുള്ളൊരു ബോധ്യം ഉണ്ട്. ഓക്കെ, ഇല്ലാത്ത ഏതൊക്കെ പോയി? 2 ഓപ്ഷൻ പോയി. ഇനി നോക്കേണ്ടത് 15th ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരാ നോക്കാം. ഈ YV റെഡ്ഡി എന്ന് പറഞ്ഞ ആൾ ആരാണ്? 14th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആണ്. ഓക്കെ, YV റെഡ്ഡി എന്നുള്ളത് 14th ഫൈനാൻസ് കമ്മീഷൻ ചെയർമാനാ. അതിന് പുറമെ ഈ RK സിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ RK സിംഗ് എന്നുള്ളത് ഈ ഇതിലേ ഇല്ല, ഇയാള് സീനിലേ ഇല്ലാത്ത ആളാണ്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു രീതിയിലും നമുക്ക് ഈ ഒരു 50-50ലേക്ക് എത്താൻ പറ്റും. 50-50യിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇനി നോക്കേണ്ടത് D ആണോ B ആണോ എന്നുള്ളതാണ്. മോസ്റ്റ് ഇതായിട്ട് വരുന്നത് D ആണോ B ആണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോ 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡി എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് പോകും? ഒന്നിക്കിൽ നിങ്ങൾക്ക് എയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിയിലേക്ക് പോകാം. ആൻസർ ഇവിടെ വരുന്നത് D ആണ്. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് ഒരു ഫാക്ട് അറിയുന്നതിലൂടെ നമുക്ക് 50-50ലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെ ആയിരിക്കണം പോകേണ്ടത്. ഓക്കെ,
ഇവിടെ നോക്കാം. 12th ഫിനാൻസ് കമ്മീഷൻ ചെയർമാന് രംഗരാജൻ. 11th വരുന്നത് ഉസ്രു ആണ്. 13th വരുന്നത് വിജയ്. 13th വരുന്നത് വിജയ് എൽ കേൽക്കർ ആണ്. ആൻഡ് 14th വരുന്നത് ഡോക്ടർ വൈ ബി റെഡ്ഡി ആണ്. ഓക്കെ, 15th 16th എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്താം. ഓക്കെ, ഇത് നോക്കണേ, ഇത് വന്നിട്ടുള്ള ഏരിയ ആണ്, നന്നായിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊന്നും ചെയ്തേ. ഏതാണ് ആൻസർ? സി ആൻഡ് ഡി. ഫോർ സി ആൻഡ് ഡി. സി ആൻഡ് ഡി. ബാക്കിയുള്ളവരോ? ഇവിടെ ഇല്ല, ക്ലാസ്സിലില്ല ആരും. ഓക്കെ, ഫോർ ഫോർ ഫോർ. ഇതിൽ ഏതാ ശരിക്കും, ഇതിൽ ഏതാണ് അഡ്വൈസറി ബോഡി ആയിട്ട് നിങ്ങൾ അത് പഠിക്കണം എന്നില്ല. ഇതിൽ ഏതാ അഡ്വൈസറി ബോഡി? അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളത് സിയും ഡിയും ആണ് അല്ലേ? സിയും ഡിയും ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതാണ് അഡ്വൈസറി ബോഡി ആയിട്ട് വരുന്നത്? നീതി ആയോഗ് ആണോ, ആർ ബി ഐ ആണോ, അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിൽ ആണോ, സെബി ആണോ? ഏതാണ്? നീതി ആയോഗ് ഒരു അഡ്വൈസറി, ഒരു തിങ്ക് ടാങ്ക് ആണെന്ന് അറിയാലോ, നീതി ആയോഗ്. ഓക്കെ, റൈറ്റ്. സോ സി, സി എന്തായാലും എന്ത് വേണോ, ആൻസറിൽ ഉണ്ടായിരിക്കണം. സി എന്തായാലും ആൻസർ, സി ഇല്ലാത്ത ആൻസർ ഏതൊക്കെ പോയി? എയും ബിയും പോയി, ബിയും ഡിയും പോയി. ഇനി നമ്മളിവിടെ നോക്കേണ്ട കാര്യം, നമ്മളിവിടെ നോക്കേണ്ടത് സി ആണോ ഡി ആണോ ശരിയെന്ന് നോക്കിയാൽ മതി. അല്ല, സോറി, ഇവിടെ ഇത് എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉറപ്പായി എന്ത്, സി എന്നുള്ളത് ശരിയാണ്. നമ്മൾ സി ആണല്ലോ നീതി ആയോഗ് അഡ്വൈസറി ബോഡി എന്നുള്ള കണ്ടെത്തുന്നതിലൂടെ ഇനി നമുക്ക് ആകെ നോക്കേണ്ടത് എയും ഡിയും നോക്കി, ബി നോക്കണ്ട, ബി ഓൾറെഡി തെറ്റായി. സോ ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ 2017 ജി എസ് ടി വരുന്നത്, മനസ്സിലാക്കണേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആൻഡ് എ എന്താണ്? സെബി. സെബി ഒരു അഡ്വൈസറി ബോഡി ആണോ ഈ ഒരു നീതി ആയോഗ് പോലെ? അല്ല. സെബി എന്താ? സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി, ഒരു നിയമപ്രകാരം വന്നിട്ടുള്ള ഒരു ബോഡിയാണ്. ഓക്കെ, ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ, ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിൽ. മറ്റേതാണ് ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കുന്ന ഒരു നിയമപ്രകാരം വന്നിട്ടുള്ള ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സോ ആർ ബി എന്താണ്? ആർ ബി ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആർ ബി എന്നുള്ളത്. അഗൈൻ സെബി എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനസ്സിലായോ? നമ്മൾ എങ്ങനെ എത്തും ഇതിലൂടെ? വളരെ എളുപ്പത്തിൽ ആൻസർ ഡി എന്നുള്ള എത്തും. ഓക്കെ, മനസ്സിലായോ? ഇപ്പോഴും മനസ്സിലായോ? ജസ്റ്റ് ഒരു ആൻസർ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഇതൊക്കെ ഒരു ബേസിക് ഇതാട്ടോ, കോമൺ സെൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എക്സാം ഹാളിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കാം ആയിട്ട് നോക്കണം, ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണോ അല്ലേ.
കണ്ട ഉടനെ എന്ത് പേടിച്ച് മാറരുത്. ഇതാ ലേറ്റസ്റ്റ് പാറ്റേണുള്ള വലിയൊരു ഉദാഹരണമാണിത്. ഇതൊന്ന് ചെയ്തേ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞാൽ മതി? നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഏതാ? എ ആണോ, ഫിലിപ്സ് കർവ് ആണോ, ക്യൂ തിയറി ആണോ, ഒക്കുൻസ് ലോ ആണോ, ലിക്വിഡിറ്റി ട്രാപ്പ് ആണോ? ഫിലിപ്സ് കർവ് അല്ലേ? യെസ്, ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവും B1 ആണെന്ന് അറിയാലോ. അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന കർവാണ് എന്ത്? ഫിലിപ്സ് കർവ്. B1 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് പേടിയാവും ഇതെങ്ങനെ അറിയാന്നുള്ളത്. ബട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആൻസർ കിട്ടും. ഒറ്റ ഒന്ന് അറിഞ്ഞാൽ മതി. ഒരേ ഒരു സാധനം B1 ആയിട്ട് കണ്ടോ? B1 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ അതിലുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നമ്മുടെ ഓപ്പൺ മൈൻഡായിട്ട് വളരെ കാമായിട്ട് ഇരിക്കണം. എന്നാലും മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പല സമയത്തും ആസ്പിരൻസ് തെറ്റിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇതാണ്. പിന്നെ ചില സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ പേടിച്ചിട്ട് എന്ത് ചെയ്യില്ല, ചെയ്യാതെ പോകും. എപ്പോഴും നോക്കട്ടെ, വലിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തെറ്റ് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവർ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുക ആ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ബജറ്റ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാ? ഒന്ന് ഗസ് ചെയ്തേ. ഇത് നമുക്ക് ഇതിന്റെ പ്രോപ്പർ ഡാറ്റ അറിയണമെന്നൊന്നുമില്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉണ്ട് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയൊരു പേഴ്സൻറ്റേജ് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ ഏതാ? അതായത് 81.3% വരാൻ സാധ്യതയുള്ള സാധനം ഏതായിരിക്കും ഇതില്? ഇന്ത്യയിൽ എപ്പോഴും എന്താണ് കൂടുതൽ? ഡെറ്റ് ടു GDP റേഷ്യോ ആണ് കൂടുതൽ. ഡെറ്റ് ആണ് കൂടുതൽ. ആ ഡെറ്റ് ആണ് കൂടുതൽ എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലായി? ഡി എന്താണ്? 3 ആണ്. ഓക്കെ, D3 ആണ്. D3 ഉള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ. ഒരേ ഒരു ഓപ്ഷൻ ആൻസർ കിട്ടി. കണ്ടോ? ബട്ട് ഇത് ക്വസ്റ്റ്യൻ ഇത് നമ്മളെ എക്സാം ഹാളില് ഇത് വരുന്ന സമയത്ത് അയ്യോ ഞാൻ ബജറ്റ് ഇത്ര പഠിച്ചിട്ടില്ല, ഇത്രയും ഡെപ്തിൽ ഞാൻ പഠിച്ചില്ല, ജസ്റ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് വിടുന്ന കുറേ പേരുണ്ട്. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, നിങ്ങൾ ഈ ഫാക്ട് മൊത്തം പഠിക്കേണ്ടി വന്നോ? ഇല്ല. ജസ്റ്റ് ആ ഒരു ബേസിക് കോമൺ സെൻസിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ എപ്പോഴും നോക്കി ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവിടെ എന്തായാലും നമുക്ക് ആൻസർ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി അതിലുണ്ടാവും. കാരണം പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് NTA ഒരു ഏറ്റവും വലിയൊരു കാര്യം, നല്ല കാര്യം എന്ന് പറയുന്നത് അത് നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ്. നെഗറ്റീവ് വരുന്നതിന് മുമ്പ് എല്ലാവരും എന്ത് ചെയ്യുക, JRF അടിച്ച് പോവാന്നുള്ളതാണ്.
റീസെന്റ് അവര് റിഫോംസിൽ ഇനി നെഗറ്റീവ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അറ്റംപ്റ്റിൽ തന്നെ പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക, JRF അടിച്ചിട്ട് തന്നെ പോവാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അഗൈൻ ഫിനാൻസ് കമ്മീഷൻ വന്നു. ഏതാണ് ആൻസർ? ഏതാണ്? 2 പറഞ്ഞവരുണ്ട്, 4 പറയുന്നുണ്ട്, 3 പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്മീഷന്റെ മെയിൻ കാര്യം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നോക്കേണ്ട കാര്യം 14th ഫിനാൻസ് കമ്മീഷൻ എടുക്കുക. അതിന്റെ ഒരു വെർട്ടിക്കൽ ടാക്സ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാ? 41 ആണോ 42 ആണോ? 14th ഫിനാൻസ് കമ്മീഷൻ അതിലേക്ക് വരുന്നു 42 ആണ്, 42% ആണ്. സോ A2 എന്ന് കിട്ടി. A2 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഡി ആണ്. കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് 14th ഫിനാൻസ് കമ്മീഷന്റെ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. കണ്ടോ? അപ്പൊ അതാണ് ഫിനാൻസ് കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എന്ത് വേണം, നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഇനി വരുമ്പോൾ 15th 16th നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്ന് ചെയ്തേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്ക് കേട്ടോ. വെറുതെ തെറ്റിയാൽ ഇവിടെ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, 2 2 2. ഓക്കെ, അടിപൊളി. അപ്പൊ എന്താണ് ആൻസർ? 2 ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു അസേർഷൻ റീസണിങ് വന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ടെന്ന് കണ്ടെത്താം. ഇപ്പോ അസേർഷൻ തെറ്റാണെങ്കിൽ നമുക്ക് നേരെ ആൻസർ കിട്ടും 4 എന്നുള്ളത്. അല്ലെങ്കിൽ റീസൺ ആണ് തെറ്റെന്നുണ്ടെങ്കിൽ ആൻസർ ഏത് കിട്ടും? 3 കിട്ടും. രണ്ടിനും തെറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടെത്തേണ്ട ഒരേ ഒരു കാര്യം എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ പിന്നെ കണ്ടെത്തേണ്ടത് ഇതായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത്. ബന്ധമുണ്ടോന്ന് മനസ്സിലാവേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം ബിക്കോസ് ഇട്ട് കൊടുക്കാം.
കാരണം ഇത് കൊണ്ടാണ് മറ്റേതുണ്ടായത്. ഇവിടെ നോക്ക്, ദ ഓൾ ഇന്ത്യ ആനുവൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ഏജ്ഡ് 15 years and above has steadily declined from 6% in 2017-2018 to 3.2% in 2023-24. അത് 17 23-24 എത്തുമ്പോൾ എന്താക്കുക, ഒരു 3% ഒക്കെ കുറയാം സാധ്യത ഉണ്ട്. ആ ഡാറ്റ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പോസിറ്റീവായി എടുക്കുക. ഭയങ്കര വലിയ ഡാറ്റ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. ഒരു 3.something% കുറഞ്ഞു. നമ്മളെ ഗവൺമെന്റ് കുറെ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, അങ്ങനെ കുറെ പ്രോഗ്രാം വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ട് യുവജനങ്ങൾക്ക് ജോലി കിട്ടുന്ന രീതിയിലൊക്കെയുള്ള പല ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വായിച്ച ഉടനെ നമ്മൾ വായിക്കണേ ബിക്കോസ് അക്കോർഡിംഗ് ടു RBI ഡാറ്റ രണ്ടും മാറി. അപ്പോ ഉറപ്പായും ശ്രദ്ധിക്കേണ്ടത് എ വരൂല എന്ന് ഉറപ്പിക്കാം. രണ്ട് ഡാറ്റയും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തല്ലോ എയിൽ ഒക്കൂല. പിന്നെ രണ്ടും തെറ്റാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് തെറ്റേ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വരുന്ന ആൻസർ ബി ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവരാൻ കാരണം ഈ ഒരു മോഡലാണ് NTA ചോദിക്കുന്നത്. അസേഷൻ റീസണിങ്, പിന്നെ ക്രോണോളജിക്കൽ, ഇത് മാച്ച് ദ ഫോളോയിങ്. ബട്ട് ഇതൊക്കെ എന്താണ്, നമ്മൾ സൂക്ഷിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസിന് നിരക്കുന്ന രീതിയിൽ മാത്രമേ ഇത് ചോദിക്കുള്ളൂ. ബട്ട് അത് എക്സാം ഹാളിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൽ ഇരിക്കുന്ന കാര്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് എങ്ങനെ ചെയ്യാൻ പറ്റൂലേ? അസേഷൻ റീസൺ ഇനി എങ്ങനെ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ടോ എന്ന് കണ്ടെത്താം, പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ട, ആൻസർ കിട്ടി. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫുള്ള് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ ആൻസറിലേക്ക് പോവുള്ളൂ ആ ഒരു മൈൻഡിലേക്കല്ല. ഫസ്റ്റ് വായിച്ചിട്ട് തെറ്റ് എവിടെയാണോ കിട്ടുന്നത് സ്പോട്ടിൽ എന്ത് ചെയ്യുക, റീസൺ അസേഷനിൽ അല്ലെ അസേഷൻ റീസണിൽ ക്വസ്റ്റ്യൻ അല്ല ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അടുത്ത അഗെയിൻ ടാക്സ് റിഫോംസും പോവേർട്ടി എസ്റ്റിമേഷനും എല്ലാം ഒരുമിച്ച് വന്നു ഒരു കുടക്കീഴിൽ. ഇത് സെയിം ഇയറിൽ ചോദിച്ചാണ്, 25-ല്. ആൻസർ ഏതാ? നമ്മളിപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പഠിച്ച കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കിട്ടും. ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ ഇതെങ്ങനെയാ ചെയ്തേ? എങ്ങനെയാ ആൻസർ 2ലേക്ക് എത്തിയ? ആൻസർ 2 ആണ്. A3 ആണെന്നറിയാം. ഓക്കെ, നമ്മൾ പഠിച്ച നമ്മൾ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യനില്ലേ രംഗരാജൻ കമ്മിറ്റി ഏതായിരുന്നു പറഞ്ഞേ? രംഗരാജൻ പോവേർട്ടി എസ്റ്റിമേഷൻ കമ്മിറ്റി എന്നറിയാം. ഇവിടെ D4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എത്തും. A3 കൃത്യമായി അറിയണം. നരസിംഹം കമ്മിറ്റി ചില സമയത്ത് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് 1ഉം 2ഉം. ഇവിടെ ഏറ്റവും എളുപ്പമുള്ള സാധനം എന്താ? രംഗരാജൻ കമ്മിറ്റി
പോവർട്ടി എസ്റ്റിമേഷൻ കമ്മിറ്റി എന്നുള്ളതാണ്. സോ എന്താണ് D4 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ 2 എന്നുള്ളത്. അത് മറിച്ച് നിങ്ങൾക്ക് ഇപ്പോ സി ഓർമ്മയില്ല, ഇവിടെ ചെല്ലയ്യ കമ്മിറ്റി എന്താണ് ടാക്സ് റിഫോം എന്നറിയാം. അപ്പൊ തന്നെ എന്ത് പോവും, അവിടെ 2 ഓപ്ഷൻ കട്ടാവും. ഓക്കെ, 50-50 എത്താൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ തന്നെ ആൻസർ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യൂ. അഗൈൻ ടാക്സ് റിഫോംസ് കമ്മിറ്റി, അതിന്റെ ക്രോണോളജി ചോദിച്ചു. അറിയില്ല. ഓക്കെ ഓക്കെ. സോ ഇവിടെ നോക്കണ്ടേ, നമ്മുടെ ഇത് കുറച്ച് ടഫാണ് ക്വസ്റ്റ്യന്. ബട്ട് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാന്ന് ജസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ തന്നിട്ടുള്ള കൂട്ടത്തില് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പാർത്ഥസാരഥിയാണ്. പാർത്ഥസാരഥി 2012 ഓക്കെ. അപ്പോ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഡി എ ഓപ്ഷൻ വരുള്ളൂ. ഡി ഡി ലാസ്റ്റ് വരുന്ന 2 ഓപ്ഷനാണല്ലേ. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും ഫസ്റ്റത്തെ കമ്മിറ്റി ആരാന്നുള്ളതാ. ഈ തന്നിരിക്കുന്നതിൽ രാജ ചെല്ലയാണ് 1991 ഫോം ചെയ്യുന്നത്. നമ്മൾ ഏതിലേക്ക് ആൻസറിലെത്തും? 1 ആൻഡ് രസ്തോഗി കമ്മിറ്റി വരുന്നത് എപ്പോഴാ? 2005. കേൽക്കാർ കമ്മിറ്റി വരുന്നത് 1992. ആൻഡ് സോറി 1992 വരുന്നത് രേഖയാണ്. ഓക്കെ, അപ്പോ എ 991 രാജ ചെല്ലയ്യ, ദെൻ അഗെയിൻ സെക്കൻഡ് വരിക ഇ ആണ് 92 KL രേഖി, മൂന്നാമത് സി വിജയ് കേൽക്കർ 92 അല്ല 92 സോറി 2002 ഇത് രണ്ടും മാറിയതാണ്. 2002 പിന്നെ രസ്തോഗി കമ്മിറ്റി 2005, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പാർത്ഥസാരഥി വന്നു 2012. ഓക്കെ, ഇതിന്ന് പഠിച്ചില്ലേ? ഫസ്റ്റ് രാജ ചെല്ലയ്യ 991, രേഖി 992, കേൽക്കർ 2002, രസ്തോഗി 2005, പാർത്ഥസാരഥി 2012. ഓക്കെ, രാജ ചെല്ലയ്യ 991. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ. ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. ഈ 2025 ജൂൺ അറ്റംപ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇതിന്റെ ഒരു ആൻസർ എല്ലാവരും ഒന്ന് ചെയ്തേ. ഇത് എക്കണോമിക്സ് അറിയണമെന്നൊന്നുമില്ല.
ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ? ഓക്കെ, ഏതാണ് ആൻസർ? ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിഫൈൻ പ്രോപ്പർട്ടി റൈറ്റ്സ്? ഓക്കെ, പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താന്ന് ബെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചോദിച്ചേ. ഒന്നാമത്തെ ചോദ്യം, പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം അതിലുള്ളത്. ഒന്ന് പ്രോപ്പർട്ടി ഉണ്ട്, റൈറ്റും ഉണ്ട്. റൈറ്റ് എന്ന് പറയുന്ന ഒരു അവകാശം അവിടെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, പ്രോപ്പർട്ടി റൈറ്റ്സ് റെഫർ ഓൺലി ഓൺലി ടു ഗവൺമെന്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. ആണോ? ഗവൺമെന്റ് ഓണർഷിപ്പ് ഉള്ള ലാൻഡ് മാത്രമാണോ പ്രോപ്പർട്ടി റൈറ്റിൽ വരുന്ന സമയത്ത്? അല്ല, ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ നോക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. പൊതുവെ എൻ ടിയുടെ എക്സാമുകളിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? ഓൺലി വരും, അല്ലെങ്കിൽ ഓൾ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ആ സ്റ്റേറ്റ്മെന്റുകൾ പൊതുവെ തെറ്റാവാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം. ഇതെന്താണ്? തീരെ ലോജിക്കലി കറക്റ്റും അല്ല. ഒന്നങ്ങനെ. രണ്ടാമത്തെ, പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ഇൻഫോർമൽ സോഷ്യൽ റൂൾസ്. ഇൻഫോർമൽ ആണോ? പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് അവിടെ പറയുന്നത്, ഇൻഫോർമൽ ആവോ? ആൻഡ് ദാറ്റ് കനോട്ട് ബി ഫോഴ്സ്ഡ് ബൈ ലോ. നമുക്ക് ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ അതൊരു റൈറ്റ് ആയിട്ട് മാറുന്നതിൽ കാര്യമില്ലല്ലോ, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ. അപ്പൊ അതെന്താണ്? അതും തെറ്റാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. നാലാമത്തെ നോക്ക്, പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രിവെന്റ് ഇൻഡിവിജ്വൽസ് ഫ്രം പ്രോഫിറ്റിംഗ്. ഹലോ, ഓഡിബിൾ ആണോ? ഇവിടെ കറണ്ട് പോയതാണ്, സോറി ഗൈസ്. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. ഓക്കെ ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ക്ലാസ് ഇപ്പൊ ഇതാ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ അവസാനിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ.
ഇതിന്റെ ഏതാ ആൻസർ വരിക? നിങ്ങളൊരു ഊഹം വെച്ചിട്ട് ഏകദേശം ആൻസർ വരാൻ സാധ്യത ഏതാ? ഈ ഒരു പാറ്റേൺ വന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും, രണ്ടെണ്ണം മാത്രമേ ശരിയുള്ളൂ. ഓക്കെ, എ വായിച്ചു നോക്ക്. ഡിക്ലൈൻ ഓഫ് നോൺ പെട്രോളിയം ആൻഡ് നോൺ ജെംസ് ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് ബേസ്ഡ് ഓൺ എക്കണോമിക് സർവേ 2024-25 ഇന്ത്യൻ മെർച്ചൻഡൈസ് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ. അതായത് ഇന്ത്യൻ മെർച്ചൻഡൈസ് ട്രേഡ് ഡെഫിസിറ്റ് കൂടി, വൈഡായി, എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോ കൂടാൻ കാരണം എന്തായിരുന്നു? ഇമ്പോർട്ട് ഉണ്ടാകുമ്പോൾ കൂടാൻ കാരണം ഉണ്ടാവുക. ഇമ്പോർട്ട് ഉണ്ടാകും, ഡെഫിസിറ്റ് കൂടാ, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇല്ലേ, അത് ട്രേഡ് ഡെഫിസിറ്റ് വരാൻ കാരണം നമ്മൾ ഇമ്പോർട്ട് കൂടുന്ന സമയത്താണ് ഡെഫിസിറ്റ് വരിക. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞ എക്സ്പോർട്ട് ആണ്. ആ എ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. രണ്ടാമത് വായിച്ചു നോക്കുക. ഇൻക്രീസ് ഇൻ ഡി എന്തായാലും ഉറപ്പാന്നുള്ളത് മനസ്സിലായി. ഗോൾഡ് ഇമ്പോർട്ട് കൂടി എന്നുള്ളതാണ് പറയുന്നത്. ബി എന്താണ്? ഇൻക്രീസ് ഇൻ നോൺ ഓയിൽ ആൻഡ് നോൺ ഗോൾഡ് ഇമ്പോർട്ട്സ്. അഗൈൻ ഇമ്പോർട്ട്, രണ്ട് ഇമ്പോർട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? ബി ആൻഡ് ഡി. നിങ്ങൾ ഇത് എക്കണോമിക് സർവേ അറിയേണ്ട ആവശ്യമുണ്ടോ ഇതിൽ? ഇല്ല, എക്കണോമിക് സർവേന്റെ ആവശ്യം ഇല്ല ഇവിടെ. കാരണം എന്താ? ആ ഒരു ബേസിക് സാധനം അറിഞ്ഞാൽ മതി. നമുക്ക് ഡെഫിസിറ്റ് ഇന്റർനാഷണൽ നമ്മുടെ എക്സ്പോർട്ടിനേക്കാൾ ഇമ്പോർട്ട് കൂടുന്ന സമയത്താണ് ഡെഫിസിറ്റ് വരുന്നത്. ഓക്കെ, ഡോളർ ഡെഫിസിറ്റ്. ആൻഡ് അഗൈൻ ആ ഒരു സംഭവം വരുന്നതുകൊണ്ടാണ് റീസെന്റ് നമ്മുടെ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞിട്ടുള്ളത്, 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് അല്ല, ഗോൾഡ് വാങ്ങാൻ പാടില്ല, നമ്മുടെ പെട്രോളിന്റെ ഉപയോഗം കുറക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിലേക്ക് പോകണം എന്നുള്ളത്. അത് ഈ ഒരു ഡെഫിസിറ്റ് വരാതിരിക്കാനാ. മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതി മനസ്സിലായോ? ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണോ? Yes. ആണ്. ഓക്കെ അല്ലേ? നമുക്കെന്നാലേ അടുത്ത സെഷനിലേക്ക് ഞാൻ മെറ്റീരിയൽസിന്, ഓക്കെ, മെറ്റീരിയൽസ് ഷെയർ ചെയ്ത് തരാം. ഓ, ബാക്കി ഇപ്പൊ ക്ലാസ് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ആരാ ഇപ്പം ചോദിച്ചത് എത്ര മണി വരെ ക്ലാസ് ഉണ്ടെന്ന് ചോദിച്ചാൽ